വേദിയിലുള്ള വിശിഷ്ട അതിഥികളെ, പ്രിയമുള്ള കൂട്ടുകാരെ, മടുത്തോ? മടുത്തിട്ടില്ല, സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ചില ചോദ്യങ്ങളുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കമ്മീഷണറുണ്ട്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുണ്ട്. നിങ്ങൾക്ക് മറുപടി ബഹുമാനപ്പെട്ടവരിൽ നിന്ന് കിട്ടും. എന്തായാലും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്നുള്ളത്, ലഹരി എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് എല്ലാവർക്കും അത് അറിയാം. എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ളതായിരിക്കുന്ന ആളുകൾ ലഹരി ഉപയോഗിക്കുന്നു? എന്തുകൊണ്ടാണ് ആളുകൾ ലഹരിയിലേക്ക് പോകുന്നത്? വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്, യൗവനക്കാരായിട്ടുള്ളവർ പോകുന്നുണ്ട്, അറിവുള്ള ആളുകൾ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ ലഹരിയിലേക്ക് പോകുന്നത്? നിങ്ങളുടെ വിലയിരുത്തൽ, നിങ്ങൾ ആരും ലഹരി ഉപയോഗിച്ചു എന്നുള്ളതല്ല, ആ ഒരു കാരണം നമുക്ക് കണ്ടെത്തി എങ്ങനെ തടയുവാൻ കഴിയും എന്നുള്ളൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചോദിച്ചത്. എന്തായിരിക്കും അതിന് കാരണം എന്നുള്ളത്? ക്യൂരിയോസിറ്റി. ആരോ പറഞ്ഞത് ഒരു കയ്യടി കൊടുക്കൂ, ഒരു കാരണം നമ്മൾ കണ്ടെത്തി. ലഹരി ഉപയോഗിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു കാരണം നമ്മൾ കണ്ടെത്തി. ഈ ടീനേജ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ് ടീനേജ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്, എല്ലാ കാര്യവും അറിയുവാനുള്ളതായിരിക്കുന്ന ഒരു ആകാംക്ഷ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ടീനേജ് പ്രായത്തിലുള്ള ആളുകൾക്ക് ലഹരി സംബന്ധിച്ചും ഒരു പ്രശ്നമുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് അറിയാമോ? അതെന്താണ് എന്ന് അറിയണം എന്നുള്ളത് തോന്നലുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് അറിയുവാനുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടാകുമ്പോൾ, അത് ലഭിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്ത് പ്രശ്നത്തിൽ പെട്ടുപോയേക്കാം, അതൊന്ന് പരീക്ഷിക്കുവാനായിട്ട് സാധ്യതയുണ്ടാവാം. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, ആ ക്യൂരിയോസിറ്റി എന്നുള്ളത് ലഹരി ഉപയോഗിക്കുവാനായിട്ട് നിങ്ങൾക്ക് ആർക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും ഒരു ആകാംക്ഷ ഉള്ളിലുണ്ടാകുവാനായിട്ട് പാടില്ല. അത് ഉപയോഗിച്ച് നോക്കണമെന്നുള്ളതായിരിക്കുന്ന ഒരു ആകാംക്ഷയെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? ആർക്കെങ്കിലും അങ്ങനെ തോന്നലുണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ലഹരി പദാർത്ഥം ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം ഒന്ന് പരീക്ഷിക്കണം എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? നല്ല കുട്ടികൾ. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ലഹരിയോടുള്ളതായിരിക്കുന്ന ഒരു താല്പര്യം, ഒരു ആകാംക്ഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? പറയോ? ലഹരി സംബന്ധിച്ച പ്രശ്നങ്ങൾ സംബന്ധിച്ച് അറിവുള്ള ആളുകളായി മാറുക. നല്ലൊരു ആൻസറാണ്, ഒരു കൈയ്യടി കൊടുക്കാം. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതൊരു, ഇപ്പോൾ സാറ്, ബഹുമാനപ്പെട്ട പ്രസാദ് സാറ് കുറേ ലഹരി പദാർത്ഥങ്ങൾ വരുത്തുന്ന പ്രശ്നങ്ങളെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ടീനേജിൽപ്പെട്ടതായിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പുകവലിക്കണമെന്ന് ഒരു തോന്നലുള്ളിൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആ പുകവലി കൊണ്ടുണ്ടാകുന്ന പ്രശ്നം സംബന്ധിച്ച് ശരിയായി അറിവുള്ള ആളായി മാറുമ്പോൾ എന്നുണ്ടാവില്ല, അത് പരീക്ഷിക്കണമെന്നുള്ള തോന്നലുണ്ടാവില്ല. അപ്പോൾ ഓരോ ലഹരി പദാർത്ഥത്തെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ടത്, അത് വരുത്തുന്ന വലിയ പ്രശ്നങ്ങളാണ്. അത് വരുത്തുന്ന വലിയ പ്രശ്നങ്ങൾ സംബന്ധിച്ച് അറിവുള്ള ആളുകളായിട്ട് മാറുമ്പോൾ അത് പരീക്ഷിക്കണം എന്നുള്ളതായിരിക്കുന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരില്ല. മെയ് 31 പ്രത്യേകത എന്താണ്? ഓർത്ത് നോക്കൂ, ആ ഡേയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലോക പുകയില വിരുദ്ധ ദിനം അല്ലേ? ഓർക്കുന്നുണ്ടോ? എല്ലാവരും ഇപ്പോൾ ഓർത്തു. അപ്പോൾ ലോകത്ത് പുകവലി കൊണ്ട് മനുഷ്യ വംശത്തിനുണ്ടാകുന്ന വലിയ ദുരന്തത്തെ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു ദിനമാണത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, സിഗരറ്റ് വലിക്കുവാനായോ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാനായോ ഒരു ആകാംക്ഷ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. അത് വരുത്തുന്ന ദുരന്തം സംബന്ധിച്ച് നമുക്ക് ഓർത്തെടുക്കുവാൻ കഴിയുമ്പോൾ അവിടെ നിന്ന് എന്താണ് നമ്മൾ മാറി തീർച്ചയായിട്ടും വേണ്ട എന്ന് ഉള്ള ഒരു തീരുമാനത്തിൽ തീർച്ചയായിട്ടും നമ്മൾ എത്തും. അതിൻ്റെ അപകടം സംബന്ധിച്ച്, മദ്യമാണെങ്കിൽ അതിൻ്റെ അപകടം സംബന്ധിച്ചുള്ളതായിരിക്കുന്ന അറിവുള്ള ആളുകളായി നമ്മൾ മാറുക. മയക്കുമരുന്നാണെങ്കിൽ അത് വരുത്തുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് അറിവുള്ള ആളുകളായിട്ട് മാറുക. പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഠനത്തിൽ നല്ല വിജയം ലഭിക്കണമെങ്കിൽ നന്നായി പഠിക്കണം, ഓർമ്മയുണ്ടാവണം, ശരിയായ നിലയ്ക്ക് എഴുതുവാനായിട്ട് പറ്റണം. നല്ല മാനസിക നിലയിലൂടെ മാത്രം പോയി കഴിഞ്ഞാൽ മാത്രമാണ് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക. ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ രാസഘടനയ്ക്ക് മാറ്റം വരുന്നു. സ്വാഭാവികമായ ചിന്താരീതിയല്ല മനുഷ്യൻ്റെ ഉള്ളിൽ വരുന്നത്. വിഭ്രാന്തി പോലെയുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ആ വ്യക്തി നയിക്കപ്പെടുന്നു. കുറച്ച് കഴിയുമ്പോൾ അഡിക്ഷൻ വന്നു പോകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റില്ല.
ആലോചിച്ച് നോക്കൂ, എത്ര വലിയ പ്രശ്നമാണ്. ഓരോ ലഹരി പദാർത്ഥങ്ങളെ സംബന്ധിച്ച് അത് വരുത്തുന്ന വലിയ വിപത്ത് സംബന്ധിച്ച് അറിവുള്ള ആളുകളാവുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവില്ല? അതൊന്ന് പരീക്ഷിക്കണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരില്ല. ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പ്രശ്നമുണ്ടോ? എന്താവും? ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അത് വീണ്ടും ആവർത്തിച്ച് ഉപയോഗിക്കാനുള്ളതായിരിക്കുന്ന ഒരു പ്രേരണ നമുക്കുണ്ടാവുന്നു. അത് വീണ്ടും ആവർത്തിച്ച് ഉപയോഗിക്കാനുള്ള പ്രേരണ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് ഹബിച്വൽ യൂസായി മാറുന്നു, അഡിക്റ്റീവ് യൂസായി മാറുന്നു. സാർ ഓർപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്താണെന്ന് മനസ്സിലായോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതിൻ്റെ പേരാരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമുക്ക് സന്തോഷം കിട്ടുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഡോപ്പമീൻ. നിങ്ങൾ ഓർക്കൂ, അതൊരു നിശ്ചിത അളവിൽ ഒരാളുടെ ബ്രെയിനിൽ ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? അയാൾ അഡിക്റ്റഡായി മാറി. എന്താണ് അഡിക്ഷൻ എന്നുള്ളത്? അഡിക്ഷൻ ഈസ് എ ക്രോണിക് ബ്രെയിൻ ഡിസീസ്. എന്താണ്? അഡിക്ഷൻ ഈസ് എ ക്രോണിക് ബ്രെയിൻ ഡിസീസ്. എത്ര നാളുണ്ട് ഒരാൾക്ക് അഡിക്ഷൻ ഉണ്ടായാൽ? അയാളുടെ ലൈഫ് ലോങ് ആണ്. അഡിക്ഷൻ എന്നുള്ളത് ലൈഫ് ലോങ് ആണ്. അതൊരു ക്രോണിക്കായ ബ്രെയിൻ ഡിസീസാണ്. അതോടൊപ്പം ഓർക്കേണ്ടത്, അഡിക്ഷൻ ഈസ് എ ഡേഞ്ചറസ് ട്രാപ്പ്. അത് ഏറ്റവും ഭയങ്കരമായിരിക്കുന്നൊരു കെണിയാണ്. മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട് രക്ഷപ്പെട്ടു പോകണമെന്ന്, ഇനി വേണ്ട എന്ന് ആഗ്രഹം മനസ്സുകൊണ്ടുണ്ട്, പക്ഷേ സാധിക്കില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇത് വേണമെന്നുള്ള, പരീക്ഷിക്കണമെന്നുള്ള തോന്നലുണ്ടാകുവാനേ പാടില്ല. വലിയ കെണിയിലേക്കും വലിയ പ്രശ്നത്തിലേക്കും വലിയ പരാജയത്തിലേക്കാണ് ഒരു വ്യക്തി പോവുക. മറ്റൊരു കാരണം പറയുമോ? പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാനുള്ളതായിരിക്കുന്ന വ്യഗ്രത കൊണ്ട് എന്ത് ചെയ്യുന്നു? ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നു. നമ്മൾ പറഞ്ഞതും കറക്റ്റായ ഒരു ആൻസറാണ്. നിങ്ങളുടെ നിരീക്ഷണം ശരിയാണ്. നമുക്കൊരു കൈയ്യടി കൊടുക്കാം. ഇവിടെ നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് എന്തുണ്ട്? പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തെ നേരിടാത്ത ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? പ്രശ്നങ്ങൾ, സുഖവും ദുഃഖവും എല്ലാം മനുഷ്യ ജീവിതത്തിൽ എന്തുണ്ട്? മനുഷ്യ ജീവിതത്തിൽ നമുക്ക് നേരിട്ടേ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ മനസ്സിനൊരു സങ്കടം വന്നു, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന, സന്തോഷം മാത്രമല്ല സങ്കടവും വിഷമങ്ങളും പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അയാൾ ഏതെങ്കിലും ഒരു ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിലെ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണോ? പ്രശ്നം വഷളാവുകയാണോ? എന്താവുക? പ്രശ്നം വഷളാവുക. അത് അയാൾ ഉപയോഗിക്കാൻ കാരണമായത് എന്താ? ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് എന്തായി? അയാളത് പരീക്ഷിച്ചു. പക്ഷെ എന്തായി മാറുന്നു? പ്രശ്നം വഷളായി മാറുന്നു. ഒരു ചെറുപ്പക്കാരൻ്റെ അനുഭവം ഞാൻ പറയാം, പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവാം. അയാൾ ബിരുദമൊക്കെ കഴിഞ്ഞ്, ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കാനഡയ്ക്ക് വിസ അപ്ലൈ ചെയ്തു, ലഭിച്ചില്ല. വീണ്ടും അപ്ലൈ ചെയ്തു, ലഭിച്ചില്ല. വീണ്ടും ഒന്നും കൂടെ അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. 3 പ്രാവശ്യം അപ്ലൈ ചെയ്തയാൾക്ക് ലഭിച്ചില്ല. അയാളുടെ കൂട്ടുകാർക്കെല്ലാം കിട്ടി. ഇവന് മാനസികമായ സങ്കടം ഉണ്ടായി. എന്തു ചെയ്യുമെന്നറിയാമോ? അവന് കഞ്ചാവ് ഉപയോഗിച്ചു, കേസിൽ പെട്ടു. ഞങ്ങളുടെ ഓഫീസിൽ കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ എൻ്റെ അടുക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ എനിക്ക് വിസ റിജക്ഷൻ സംഭവിച്ചു, അതുകൊണ്ട് മാനസികമായ ആപ്പാടെ സങ്കടമായി. എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്നിച്ചുള്ളവർക്കെല്ലാം എന്ത് കിട്ടി? വിസ കിട്ടി. ഇവനിപ്പോൾ എന്തായി മാറി? ആ സങ്കടത്തെ ശരിയായി പരിഹരിക്കുവാൻ ആലോചിക്കാത്തത് കൊണ്ട്, തീരുമാനിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? വലിയ പ്രശ്നത്തിലേക്ക് പോയി. മറ്റവന് ജോലി നോക്കാം, നാട്ടിൽ നോക്കാം, വിദേശത്ത് നോക്കാം, മറ്റു രാജ്യത്തേക്ക് നോക്കാം, ഇല്ലേ? എന്തെല്ലാം അവസരം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത്, കുട്ടികളെ സംബന്ധിച്ചും ഓരോരുത്തരെ സംബന്ധിച്ചും നമ്മുടെ ജീവിതത്തിന് വിഷമം ഉണ്ടാകുമ്പോഴോ പ്രശ്നമുണ്ടാകുമ്പോഴോ പ്രതികൂല സാഹചര്യങ്ങളോട് പോകുമ്പോഴോ ലഹരി പരീക്ഷിച്ചാൽ അത് വലിയ പ്രശ്നത്തിലേക്കാണ് ചെന്നെത്തുക. അപ്പം നമുക്കുണ്ടാവേണ്ട ഒരു കഴിവ് എന്താണെന്നറിയാമോ? ഓരോ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവേണ്ടേ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നത്തെ ശരിയായ നിലയ്ക്ക് പരിഹരിക്കുവാനുള്ള കഴിവുള്ള ആളുകളായിട്ട് മാറണം. എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ള കാര്യം അറിയുക, ആ പ്രശ്നത്തെ എന്താണ്, എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്. ലഹരി ഉപയോഗിച്ചാൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയില്ല, ശരിയായ നിലയ്ക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയില്ല, വലിയ സങ്കടത്തിലേക്കും പ്രതിസന്ധിയിലേക്കുമാണ് പോകുക എന്നുള്ളത് ഒരു തിരിച്ചറിവായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവണം. അടുത്തൊരു കാരണം ആർക്കെങ്കിലും പറയുമോ?
ഒരു പിയർ ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞത് ശരിയാണ്, ഒരു കൈയ്യടി കൊടുക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഓർക്കേണ്ട കാര്യം, ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ കൂട്ടുകാരുടെ മറ്റുള്ള ആളുകളുടെ ഒരു സമ്മർദ്ദം ഉണ്ടാവുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ ഏറ്റവും അധികം വിശ്വസിക്കുന്നത്, നിങ്ങൾ ഏറ്റവും അധികം സന്തോഷം പങ്കിടുവാനായി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കൂട്ടുകാരിൽ നിന്ന് ഒരു ലഹരി ഉപയോഗിക്കാനുള്ള ഒരു പ്രേരണയോ പ്രലോഭനമോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നല്ല കാര്യം, നല്ല കൂട്ടുകാരാണ് നിങ്ങൾക്കുള്ളത്, അതുകൊണ്ടാണ് ഉണ്ടാവാത്തത്. എന്നും എന്തുണ്ടാവണം? നല്ല കൂട്ടുകാരുണ്ടാവണം. പക്ഷേ ഇനി നിങ്ങൾ +2 എല്ലാം കഴിഞ്ഞു പോകുന്നു, പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു, വിദേശത്തേക്ക് പോകുന്നു, നമ്മുടെ സ്റ്റേറ്റ് വിട്ട് പോകുന്നു, ഹോസ്റ്റലിലൊക്കെയാണ്. ഒരു പക്ഷേ ആരെങ്കിലും ലഹരി ഉപയോഗിക്കാനുള്ളൊരു പ്രേരണയോ പ്രലോഭനമോ പിന്നീട് ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? അങ്ങനെയുള്ള ഒരു പ്രേരണയോ പ്രലോഭനമോ വരുമ്പോൾ എന്തായിരിക്കണം? അതിനെ ചെറുക്കുവാനായി നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ടതായിരിക്കും തീരുമാനം എന്നുള്ളത്. നമുക്ക് എന്തായിരിക്കണം നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ടത്? എന്തായിരിക്കണം? ഒരു തീരുമാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് എന്താണ്? നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ഒരു പ്രതിജ്ഞ സാറ് പറഞ്ഞു തന്നു, ഇല്ലേ? അടുത്തിരിക്കുന്ന ആൾക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് പറയോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ യാതൊരു ലഹരിയും ഉപയോഗിച്ചിട്ടില്ല, ഇനി ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് ഒന്ന് പറയോ? ഏറ്റവും അടുത്തിരിക്കുന്ന ആൾക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് പറയോ? ഒരു തീരുമാനം പ്രഖ്യാപിക്കുമോ? പറയൂ, ഞാൻ എൻ്റെ ജീവിതത്തിൽ യാതൊരു ലഹരിയും ഉപയോഗിച്ചിട്ടുള്ള ആളല്ല, ഞാൻ ഒരു കാലത്ത് ഞാനത് ഉപയോഗിക്കില്ല. മക്കളെ, ഈ ഒരു പ്രശ്നത്തിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ എവിടെ ചെന്നാലും, നിങ്ങൾ കോളേജിൽ ചെന്നാലും, നിങ്ങൾ ഹോസ്റ്റലിൽ ചെന്നാലും, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുക്കലും ഒക്കെ എന്താ പറയേണ്ട ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും യാതൊരു ലഹരിയും ഉപയോഗിക്കാത്തതായിരിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ദൃഢമായിരിക്കുന്ന ഒരു തീരുമാനവും പ്രതിജ്ഞയുമാണ്. അങ്ങനെ നമ്മൾ പറയുമ്പോൾ അടുത്തിരിക്കുന്ന ആൾ നമ്മോട് പറയുമോ, ഞാനിതാരോടും പറയില്ല, നീ ഇതാരോടും പറയാതിരുന്നാൽ മതി, എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ടെന്ന് പറയോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പ്രഖ്യാപിക്കാൻ പറ്റണം? നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കിൽ ഈ യാഥാർത്ഥ്യം പറയുവാനായിട്ട് പറ്റണം, നമ്മുടെ തീരുമാനത്തെ പറയുവാനായിട്ട് പറ്റണം, നമ്മുടെ പേരൻസിൻ്റെ ഇടയ്ക്കിൽ ഇത് പറയുവാനായിട്ട് പറ്റണം, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുക്കൽ എന്ത് പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടാവണം, ഞാനിതൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. നമ്മുടെ ഓഫീസേഴ്സിൻ്റെ അടുക്കൽ എന്ത് പറയാൻ പറ്റണം? പോലീസ് എക്സൈസൊക്കെ വാഹന പരിശോധനയൊക്കെ നടത്തുമ്പോൾ ഞാനിത് ഉപയോഗിക്കുന്ന ആളല്ലേ, അത് ഏറ്റവും വലിയൊരു ധൈര്യമാണ്. അപ്പോൾ ശരിയായിരിക്കുന്ന ഒരു തീരുമാനം നമ്മുടെ ഉള്ളിലുണ്ടാവുക, ആ തീരുമാനത്തെ നമ്മൾ പ്രഖ്യാപിക്കുക, മറ്റുള്ള ആളോട് നമ്മൾ അറിയിക്കുക. അപ്പോൾ എന്താവും? ഈ ഒരു പ്രശ്നത്തിൽ നിന്നും നമുക്ക് മാറുവാനായിട്ട് കഴിയും. മറ്റെന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ചുണ്ടാനങ്ങുന്നുണ്ട്. എന്തെങ്കിലും കാരണം പറയാൻ വേണ്ടിയുണ്ടോ? പറഞ്ഞോളൂ. അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. മോൻ പറഞ്ഞത് ഇവിടെ ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കുന്ന ഒരു സന്തോഷം എന്നുള്ളത് പെർമനൻ്റ് ആയൊരു സന്തോഷമല്ല കിട്ടുക. എല്ലാ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർക്ക് ആ ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് സന്തോഷം നഷ്ടപ്പെടുന്നവർക്ക് സങ്കടമായി മാറുന്നു, കുറ്റബോധമായിട്ട് മാറുന്നു. അപ്പം ലഹരി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ സന്തോഷം കിട്ടുന്നതായിരിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു പ്രൊഡക്ഷൻ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിലനിൽക്കുന്ന സന്തോഷം നമുക്ക് കിട്ടില്ല. മോക്ക് ഫുൾ A+ ലഭിച്ചു, നമുക്ക് സന്തോഷമുണ്ട്. പിന്നീട് അത് ഓർത്ത് നോക്കുമ്പോൾ സന്തോഷമുണ്ടോ? അത് ഓർത്ത് നോക്കുമ്പോൾ സന്തോഷമുണ്ട്. ടീച്ചർ ഒരു അപ്രീസിയേഷൻ തന്നു, സന്തോഷമുണ്ടോ? ഉണ്ട്. വീട്ടിൽ ചെന്ന് പറയുമ്പോൾ എന്തുണ്ട്? വീട്ടിൽ ചെന്ന് പറയുമ്പോഴും സന്തോഷമുണ്ട്. പക്ഷേ ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കുന്ന സന്തോഷം എന്താണ്? അത് നിലനിൽക്കുന്ന ഒരു സന്തോഷം. ആ സമയത്തേക്ക് മാത്രം എന്തോ ഒരു സന്തോഷം ലഭിച്ചതുപോലെയുള്ളൊരു തോന്നൽ മാത്രമാണ്. പക്ഷേ ശാശ്വതമായിരിക്കുന്ന ഒരു സന്തോഷമല്ല ലഹരി ഉപയോഗിക്കുന്ന ആൾക്കുണ്ടാവുക. മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത്, ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ എല്ലാ സന്തോഷവും ഇല്ലാതെയാവുക. ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾക്ക് സന്തോഷം വർദ്ധിക്കുകയാണോ, ഉള്ള സന്തോഷം നഷ്ടപ്പെട്ടു പോവുകയാണോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും എന്തെങ്കിലും ഒരു ലഹരി പദാർത്ഥം ഉപയോഗിച്ചു, വീട്ടിലറിഞ്ഞു, സന്തോഷം ഉണ്ടാവുക. അധ്യാപകരറിഞ്ഞു, സന്തോഷം ഉണ്ടാകുക. കേസിൽ പെട്ടു, സന്തോഷം ഉണ്ടാവുക. സോഷ്യൽ മീഡിയ വാർത്ത വന്നു, സന്തോഷം ഉണ്ടാവുക. അഡിക്ഷൻ ഉണ്ടായിപ്പോയി, സന്തോഷം ഉണ്ടാവുക. രോഗം വന്നു, അയാൾക്ക് സന്തോഷം ഉണ്ടാവുക.
വലിയ പ്രശ്നത്തിലായിപ്പോയി. സന്തോഷം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷത്തെയും ഇല്ലാതെയാക്കുന്നതാണ് ലഹരി ഉപയോഗം എന്നുള്ളത്. പക്ഷെ തെറ്റായ ഒരു ധാരണ ഇന്നുള്ള സമൂഹത്തിലുള്ള യുവാക്കളുടെ ഇടയിലൊക്കെ ഉള്ളത് എന്താണ്? അത് ഉപയോഗിച്ചാൽ എന്ത് കിട്ടും? സന്തോഷം കിട്ടുമെന്നുള്ളത്. അതൊരു മിഥ്യാധാരണയാണ്. ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ സന്തോഷം ലഭിക്കും എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. ഒരു കുടുംബത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ലഹരി ഉപയോഗിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവിടെ സന്തോഷമുണ്ടോ? അവിടെ സന്തോഷമില്ല. ഒരു ക്ലാസ്സിലൊരു നമ്മൾ ആലോചിച്ച് നോക്കൂ, 10-50 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവിടുത്തെ സന്തോഷം നഷ്ടപ്പെട്ടു. ഒരു സൊസൈറ്റിയിലോ നമ്മുടെ വീടിൻ്റെ അടുക്കിൽ ഒരാൾ ലഹരിക്ക് അടിമയായി പോയെങ്കിൽ സന്തോഷമുണ്ടോ? സന്തോഷം കിട്ടില്ല. അപ്പോൾ ഇത് ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നത് സന്തോഷം കിട്ടുമെന്നുള്ളതൊരു മിഥ്യാധാരണയാണ്. ഒരിക്കൽ പോലും നമുക്ക് സന്തോഷം കിട്ടില്ല. മക്കളെ, ഞാൻ ഒരു കാര്യം കൂടി പറയുക. നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. നിങ്ങൾ ഈ സ്കൂൾ നിങ്ങൾ തിരഞ്ഞെടുത്തു, ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് ഇവിടെ വന്നു, വലിയ അച്ചടക്കത്തോടു കൂടി നിങ്ങളെല്ലാവരും ഇവിടെ ഇരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മുടെ തിരഞ്ഞെടുപ്പായിട്ട് വരിക. ലഹരിയെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാൾ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും വലിയ ദുരന്തവും അയാൾ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും വലിയ പരാജയവുമാണെന്ത്? ലഹരിയുടെ ഉപയോഗം എന്ന തിരഞ്ഞെടുപ്പ്. ഒരു മനുഷ്യ ജീവിതം ഏറ്റവും പരാജയത്തിന് കാരണമാകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. ഏറ്റവും വലിയ ദുരന്തമാണിത്. സ്വയം തിരഞ്ഞെടുക്കുന്ന ദുരന്തമാണിത് ലഹരിയുടെ ഉപയോഗം എന്നുള്ളത്. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ പറയുവാൻ വേണ്ടിയുള്ള ഒരു കാര്യം എന്നുള്ളത്, ഈ ഒരു മഹാദുരന്തത്തെ നമ്മളുടെ ഒരു തിരഞ്ഞെടുപ്പായി ജീവിതത്തിൽ ഒരിക്കലും തിരഞ്ഞെടുക്കുവാനായിട്ട് പാടില്ല. വലിയൊരു പരാജയത്തെ സ്വയമായി തിരഞ്ഞെടുക്കുന്ന ആളുകളായിട്ട് നമ്മൾ ആരും മാറുവാനായിട്ട് ഒരിക്കലും ഇടയാവരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലഹരി ഉപയോഗിക്കുന്നയാൾക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയം കിട്ടില്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവ് എന്താണെന്നറിയാമോ? ബുദ്ധി ഉണ്ടെങ്കിൽ ബുദ്ധിയുടെ കൂടെ എന്തിനുണ്ട്? നമ്മൾ ചിന്തിക്കുക, അല്ലേ? അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, ബുദ്ധി ഉണ്ടാവണം. ശരിയായി നമുക്ക് ചിന്തിച്ച് തീരുമാനിക്കാനുള്ളതായിരിക്കുന്ന കഴിവാണ് എന്ത്? ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന്. ശരിയായി ചിന്തിച്ച് തീരുമാനമെടുത്ത് ആ തീരുമാനത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാൾക്ക് ശരിയായ നിലയിൽ ചിന്തിക്കുവാനായിട്ട് കഴിയുമോ? അയാൾക്ക് ശരിയായ നിലയ്ക്ക് ഒരു തീരുമാനത്തിലെടുക്കുവാനായിട്ട് കഴിയുമോ? അയാൾക്ക് ശരിയായ ഒരു തീരുമാനമെടുത്ത് നിലനിൽക്കാനായിട്ട് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർക്കേണ്ടതായിരിക്കുന്ന അല്ലെങ്കിൽ കുറിച്ചിടേണ്ടതായിരിക്കുന്ന കാര്യം നമ്മൾ എടുത്തതായിരിക്കുന്ന പ്രതിജ്ഞയാണ്. ജീവിതത്തിൽ ഒരു സാഹചര്യത്തിലും ഒരു ലഹരി പദാർത്ഥത്തിൻ്റെയും ഒരു പ്രാരംഭ ഉപയോഗം ഉണ്ടാവില്ല. ഒരു ആദ്യ ഉപയോഗം എന്നുള്ളത് ഒരിക്കൽ പോലും ഉണ്ടാവില്ല. ആ ക്യൂരിയോസിറ്റിയെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ അത് സംബന്ധിച്ചുള്ളതായിരിക്കുന്ന അറിവുണ്ടാവണം. നമ്മുടെ കൂട്ടുകാർ നമ്മളെ നിർബന്ധിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ തീരുമാനത്തോട് മുമ്പാകെ നമുക്ക് പറയുവാനായിട്ട് കഴിയണം. സങ്കടം വന്നുവെങ്കിൽ നമ്മുടെ സങ്കടത്തിന് കാരണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി എന്താണ് അതിനെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നെങ്കിൽ പേരൻസിൻ്റെ അടുക്കൽ പറയണം, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുക്കൽ പറയണം, അല്ലെങ്കിൽ കൗൺസിലറുടെ അടുക്കൽ പറയണം. പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനായിട്ടും ലഹരി ഉപയോഗിക്കരുത്. ഇനി സന്തോഷം കിട്ടണമെങ്കിലോ അതും ലഹരി ഉപയോഗിക്കുകയല്ല. ലഹരി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഏറ്റവും അധികമായി സന്തോഷിപ്പിക്കുന്നത് എന്താണോ അത് അയാൾക്ക് ലഹരിയായി മാറുന്നു. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത് എന്താണോ അത് അയാൾക്ക് എന്തായി മാറുന്നു? ലഹരിയായിട്ട് മാറുന്നു. നിങ്ങളുടെ ലഹരി എന്താ? പഠനമാണോ? നിങ്ങളുടെ ലഹരി പഠനമാണെങ്കിൽ, നിങ്ങളുടെ ലഹരി ശരിയായതാണെങ്കിൽ നമ്മുടെ ജീവിതം ആരുടെയും പരാജയപ്പെട്ടു പോവില്ല. എല്ലാ പ്രിയ കുഞ്ഞുങ്ങൾക്കും നല്ല ഭാവിയും നല്ല വിജയവും ആശംസിക്കുന്നു. ഇതോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിലും ഈ സമയത്ത് ചോദിക്കുവാനായിട്ടുള്ളതായിരിക്കുന്ന അവസരവുമുണ്ട്. മോളെ ഒന്ന് പേര് പറയണേ. പേര് ഒരു മിനിറ്റ്. ഓക്കെ അല്ലേ? Hello. So my name is Nivedita. So what I want to ask you is that why do you think drug usage is more common nowadays than before? അതായത് മോള് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഡ്രഗിൻ്റെ ഉപയോഗം ഇപ്പം വളരെ കോമൺ ആയിട്ടിരിക്കുന്നത് മുമ്പുള്ള കാലഘട്ടത്തെ അപേക്ഷിച്ച് എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ടും
ഉള്ള ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മളുടെ ലോകം എന്ന് പറയുന്നത് വളരെ വിശാല അർത്ഥത്തിലേക്ക് വളർന്നു കഴിഞ്ഞു. അത് ഒരു കാര്യം. കാരണം ഇൻ്റർനെറ്റ് ഇന്ന് ഈ ഒരു മൊബൈലിനകത്ത് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും അറ്റ് എ ടൈമിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഇത്തരത്തിലുള്ള ഡ്രഗുകളും നമ്മളുടെ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ മുന്നിലേക്ക് ഇത് എത്തപ്പെട്ടിട്ടുണ്ട്, ഒരു പരിധിവരെ എത്തപ്പെട്ടിട്ടുണ്ട്. ആ എത്തപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഉപയോഗവും കൂടി വന്നത്. അത് പറയുമ്പോഴും ഞാൻ പറയുന്നു, കുട്ടികളിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇപ്പോൾ ഉപയോഗത്തിൻ്റെ രീതിയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഒരാൾ പോലും അത് ഉപയോഗിക്കാൻ പാടില്ല. അത് ഒന്ന് എന്ന് പറയുന്നത് അത് എന്തുകൊണ്ട് എന്നുള്ളൊരു ശാസ്ത്രീയമായ ഒരു അവബോധത്തിൻ്റെ പോരായ്മയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് പറയണമെന്ന് വിചാരിച്ചതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കുട്ടികളുടെ എല്ലാം ഒരു മാതൃക എന്ന് പറയുന്നത് അവരുടെ രക്ഷകർത്താക്കളാണ്, അല്ലേ? എല്ലാ കുട്ടികളുടെയും, ബഹുഭൂരിപക്ഷം കുട്ടികളുടെയും ഒരു മാതൃക എന്ന് പറയുന്നത് രക്ഷകർത്താക്കളാണ്. നമ്മളുടെ വീട്ടകങ്ങളിൽ പലതരത്തിലുള്ള ലഹരി ഉപയോഗങ്ങളുണ്ട്, പലതരത്തിലുള്ള ലഹരി ഉപയോഗിക്കുക. പക്ഷെ അവരുപയോഗിക്കുന്നത്, നമ്മുടെ രക്ഷകർത്താക്കളായാലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ബന്ധുവരും ഉപയോഗിക്കുന്നത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലഹരിയായിരിക്കും. കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തും കണ്ടുപഠിക്കാനുള്ള ഒരു ത്വരയുണ്ട്. മുതിർന്നവർ ചെയ്യുന്നത് എന്തും കുട്ടികൾ ചെയ്യും. ആ കണ്ടു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന രീതിയിൽ ലഹരിയുടെ ഉപയോഗം വേറൊരു തരത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ വീട്ടകങ്ങൾ ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കാത്ത ലഹരി വിമുക്ത കേന്ദ്രങ്ങളായി മാറണം. അതാണ് ഇതിനായിട്ട് അടിസ്ഥാനപരമായിട്ടും വേണ്ടത്. ഇനി നിങ്ങളുടെ വീടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾക്ക് അത്രയായാൽ മതിയോ? ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഭൗതിക മസ്തിഷ്കത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. നിങ്ങൾ എവിടെ എത്തണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മളുടെ അപ്പൻ്റെ അമ്മയുടെയും അത്രയുമായാൽ മതിയോ, നമ്മുടെ ബന്ധുവിൻ്റെ അത്രയായാൽ മതിയോ എന്ന് നിങ്ങൾ ചിന്തിച്ച് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ, ഇവിടെ എല്ലാവരും സംസാരിച്ചത് തന്നെയാണ്, ശാസ്ത്രീയമായിട്ടുള്ളൊരു രീതിയിൽ വിശകലനത്തിലെത്തുക. ഒരിക്കലും ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കത്തില്ല എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് നിങ്ങൾ മാത്രമാണ്, ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ ഗൈഡൻസ് മാത്രമാണ്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം ഇവിടെ. എഴുന്നേറ്റ മോനെ, ഒരു മിനിറ്റ്. അല്ല, നമ്മൾ ഇത് ലൈവ് സ്ട്രീമിംഗ് ആണ് ഇപ്പോൾ ജനം ടിവിയുടെ. അപ്പം അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞു സമയം. റെഡി അല്ലേ? യെസ്, പേര് പറഞ്ഞോ മോനെ. ധൻവന്ത്. ഈ ലഹരിയെ തടയാൻ നമുക്ക് ഈ സൈബർ വെബ്സൈറ്റ്സിലൂടെ ഇതിൻ്റെ ബാൻ ചെയ്ത ഒരു നല്ല ശതമാനം അതിൻ്റെ വ്യാപനം തടയാൻ സാധിക്കില്ലേ? അതായത് ലഹരിയെ തടയാനായിട്ട് മോൻ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സൈബർ ലിങ്കുകൾ തടഞ്ഞാൽ അത് ബാൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. ഞാൻ നിങ്ങളുടെ ആദ്യം പറയാം, നമ്മൾ പുരോഗമനപരമായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് ഇൻ്റർനെറ്റ് നമുക്ക് ആവശ്യമുള്ളതല്ലേ? നമുക്ക് ഫേസ്ബുക്ക് നമുക്ക് ആവശ്യമുള്ളതല്ലേ? അല്ലേ? നമുക്ക് അന്നേരം ഈ പറയുന്ന ഡ്രഗ്സിൻ്റെ കാര്യം തന്നെ നമ്മൾ പറയുന്നു. ഈ പറയുന്ന ഡ്രഗ്സുകളെല്ലാം വേറൊരു രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ഡ്രഗ്സുകളുണ്ട്. ഇപ്പം മോർഫിൻ എന്ന് പറയുന്ന ഡ്രഗ്സ്, അല്ലേ? ഇത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുമ്പോൾ അതല്ലെന്നുള്ള മറ്റ് പല മെഡിക്കേറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്ന വിവിധതരം ഡ്രഗുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നെറ്റ് ബാൻ ചെയ്യാനോ ഇത്തരത്തിലുള്ള ഡ്രഗ് ബാൻ ചെയ്യാനോ നമുക്ക് കഴിയില്ല. പറയാൻ മനസ്സിലായോ? അത് ബാൻ ചെയ്യാൻ കഴിയും. ഇപ്പം ഈ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറയുന്നത് പോലെയാണ്. നമുക്ക് നെറ്റില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അന്നേരം ഇതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി. എങ്ങനെ നമ്മുടെ മസ്തിഷ്കത്തെ നമ്മൾ ബാധിക്കുന്നു, എന്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത്, ഇതിന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരാകുക എന്നുള്ളതാണ്. എന്നിട്ട് ആധുനികമായി ചിന്തിച്ച് നമ്മളുടെ ഭാവി ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ളൊരു പ്രാവർത്തികമായിട്ടുള്ള മാർഗം. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം സർ. ഒരു മിനിറ്റ് മോനെ, ഒറ്റ മിനിറ്റ്. അല്ല, എഴുന്നേറ്റ്. നിന്നെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. എൻ്റെ പേര് ശ്രീഹരി. അപ്പോൾ എനിക്കറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ലഹരിക്കുള്ളിൽ ചതിക്കപ്പെട്ട ആരെയും
ജീവിതത്തിൽ എങ്ങനെ തിരിച്ചു കൊണ്ടുവരിക എന്ന്. അതിൻ്റെ അഡിക്ഷൻ സാർ നേരത്തെ പറഞ്ഞു ലൈഫ് ലോങ് അഡിക്ഷനാണ്. അതിലകപ്പെട്ടു പോയ ഒരാളെ എങ്ങനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് അറിയാനുണ്ടായിരുന്നു. യെസ്, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. നല്ലൊരു കയ്യടി കൊടുത്തേ. അതായത് വളരെ നല്ലൊരു ചോദ്യം. അതായത് ഒരാൾ ഡ്രഗിന് അടിമപ്പെട്ടു പോയി. അതായത് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ബെന്നി പറഞ്ഞത് അതൊരു ഡിസീസാണ്, അതൊരു സീരിയസ് ഡിസീസ് തന്നെയാണ്. നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷുഗറിൻ്റെ രോഗത്തിൻ്റെ കൂട്ടാണ്. ഇനി ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളെ ജീവിതത്തിലോട്ട് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, അത് 2 ഘട്ടങ്ങളായിട്ട് നമുക്ക് പറയാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സയിലൂടെ നമുക്കൊരു 70-80% ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. മനസ്സിലാവും? ഒരു 70-80% ആൾക്കാർ. അതിന് നമുക്ക് ആധുനികമായിട്ടുള്ള ചികിത്സാ മാർഗങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആധുനികമായിട്ടുള്ള ചികിത്സാ മാർഗങ്ങളാണ് നമ്മളതിന് ഉപയോഗിക്കുന്നത്. നമുക്ക് എല്ലായിടവും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുണ്ട്. ആ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ പോയി നമ്മൾ ചികിത്സ തേടുക എന്നുള്ളതാണ്. ഇനി നമ്മൾ കുട്ടികളുടെ ഇടയിലൊക്കെ, അതേപോലെ തന്നെ അധ്യാപകരുടെയും കുട്ടികളുടെയും ഒക്കെ ഇടയിൽ, ചില അധ്യാപകരുടെ ഇടയിലുള്ള ഒരു സന്ദേഹമാണ്, ഇപ്പോൾ ഏതെങ്കിലും സ്കൂളിൽ ഒരു ലഹരിയായിട്ട് ഒരു കുട്ടിയെ പിടിക്കപ്പെട്ടു, അത് നമ്മുടെ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമോ? അല്ലേ? അത് പൊതുവേ ഉള്ളൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. ഇപ്പോൾ ഏതെങ്കിലും കുട്ടികൾ, ഇപ്പം നേരത്തെ ഇവിടെ ശ്രീ പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ ഈ പുകയിലയുടെയും മറ്റു ഉപയോഗം പറഞ്ഞു, അത് ഗേറ്റ് വേ ഓഫ് ഡ്രഗ് എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് ഇവയെല്ലാം തന്നെ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, 1-2 തവണ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾക്ക് അവരെ ഈ പറയുന്ന ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ എത്തിച്ച് അവരെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് അവരെ ഭേദമാക്കാനും നിയമത്തിൻ്റെ പിന്തുണയോടുകൂടി, നമുക്ക് പൊതുവെ ഒരു തെറ്റായ ധാരണയുണ്ട്, ഇത്തരത്തിലുള്ള കുട്ടിയുടെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞ് പോയാൽ ആ കുട്ടിയുടെ ഭാവി അതോടെ തീർന്നു എന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല. ഒരു കുട്ടി അബദ്ധവശാൽ, നമ്മളറിയാം അല്ലേ, ഒരു കേസ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരു കേസ് എടുത്തതിന് ശേഷം, പിന്നെ ഈ കേസ് ഉണ്ടായതിന് ശേഷം അവന് ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും പിന്നീട് അവനെ പൂർണ്ണമായി ഇതിൽ നിന്ന് മോചിതനാക്കിയതിന് ശേഷം അവന് ഇമ്മ്യൂണിറ്റി ഫ്രം പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ, ഇമ്മ്യൂണിറ്റി ഫ്രം പ്രോസിക്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ നിയമപരമായിട്ടുള്ള അവൻ്റെ പേരിലുള്ള എല്ലാ നടപടികളും തീർന്ന് ആ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കൽ 1-2 തവണ ഇത് ഉപയോഗിച്ച് എന്ന് പറഞ്ഞ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരെ നേരെ നമ്മൾ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മാർഗത്തിലൂടെയാണ്. NDPS ആക്ടിൽ തന്നെ അതിനൊരു ഭാഗം തന്നെയുണ്ട്. എന്നാൽ ഇത് മറക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് സംഭവിക്കും? അവർ പിന്നീട് ഈ ഡ്രഗ് അഡിക്റ്റായി മാറുകയും, ഈ ഡ്രഗിൻ്റെ മദ്യം ഒരു ഡ്രഗ് തന്നെയാണെന്നുണ്ടെങ്കിലും മറ്റുള്ള മദ്യത്തിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പം മദ്യപാനമൊക്കെ ആണെങ്കിൽ മദ്യം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡ്രഗ് അഡിക്റ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ അങ്ങനെയല്ല. അവന് ഡ്രഗ് അഡിക്റ്റ് ആയതിനു ശേഷം ഈ ഡ്രഗ് കിട്ടാതായാലാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് 1-2 തവണ ഏതെങ്കിലും പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഇതിൽ പെട്ടുപോയി, ഇനി എനിക്ക് രക്ഷയില്ല എന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ മാറ്റണം. നിങ്ങൾ അധ്യാപകരെടുത്ത് പറയാം, ഞങ്ങളെടുത്ത് പറയാം. പിന്നെ ഞങ്ങൾക്ക് തന്നെ 14405 എന്ന് പറഞ്ഞ ഒരു നമ്പറുണ്ട്. 14405. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് അതിന് വേണ്ട കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരാം. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാം. ഈ ഡ്രഗിൻ്റെ ഏറ്റവും വലിയ ഇന്ന് ഉള്ള നിയമങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നിയമം കൂടിയാണ്. ഏറ്റവും ശക്തമായ ഒരു നിയമം കൂടിയാണ് NDPS ആക്ട് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു കേസിൽ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ പറയുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലല്ല, അതല്ലാതെ നേരത്തെ ഈ ഡ്രഗ് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവനതിന് മാർഗം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിപണന ആ ശ്രേണിയിലേക്ക് തന്നെ വരിക എന്നുള്ളതാണ്. അങ്ങനെ വന്ന് ഇവനൊരു കേസിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം എന്നേക്കുമായിട്ട് ഇരുളടയുന്ന രീതിയാണ്. ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസുകൾക്കും ഏകദേശം 98% വരെ നമ്മളുടെ കോടതികൾ ശിക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് 98% വെച്ചാൽ 100% അവർക്ക് ശിക്ഷ ഉറപ്പാണ്. അത് മാത്രമല്ല, അത് വളരെ ഭീകരമായിട്ടുള്ള ശിക്ഷയുമാണ് ഉള്ളത്. 10 വർഷത്തിന് മുകളിലൊക്കെ ആയിരിക്കും ചിലപ്പം അവരെ ശിക്ഷിച്ച് ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ മേഖലയിലോട്ട് പോകരുത്. ഏതെങ്കിലും കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒരിക്കൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാം. നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പിന്തുണയോട് കൂടി തന്നെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാം. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം രഹസ്യമായിട്ട് തന്നെ നിയമത്തിൻ്റെ എല്ലാ പിന്തുണയോടും കൂടി തന്നെയായിരിക്കും അതിനുള്ള മാർഗങ്ങൾ ഒരുക്കുന്നത്. ഓക്കെ, താങ്ക് യു. ക്ലിയർ? താങ്ക് യു സർ. അടുത്ത ആള് പേരൊന്ന് പറയണേ മോളെ.
നമസ്തേ, ഞാൻ അനുവിന്ദ. നമ്മൾ ഡെയിലി ലൈഫിൽ വിവിധ തരം ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന, അപ്പോൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ഒരുപാട് ഡ്രഗ്സും ലഹരിയുടെ പല പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലെത്തും. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്? മോള് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ വിവിധ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ നമ്മളുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണോ പറഞ്ഞത്? അതായത് മോൾ ആ ചോദ്യം ഒന്നും കൂടെ ഒന്ന് കൃത്യമായിട്ട് എനിക്കത് അങ്ങോട്ട് നമ്മൾ പലതരം ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമല്ലോ. ഇപ്പോൾ പാക്കറ്റ് ഫുഡ് ആണെങ്കിലും അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ലഹരി വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ശ്രദ്ധിക്കാതെ പലതും നമ്മൾ കഴിക്കാറുണ്ട്. അതായത് ജങ്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ടുള്ള ഒരു അപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ തന്നെ വളരെ, അതായത് നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള ഫുഡ് ആണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഡ്രഗുകളോ അത്തരത്തിലുള്ള പദാർത്ഥങ്ങളോ ഒന്നും ഉപയോഗിച്ചായിരിക്കത്തില്ല. ആ പദാർത്ഥങ്ങൾക്കകത്തൊന്നും അങ്ങനൊന്നും ഡ്രഗ് വരാനുള്ള സാധ്യതയില്ല. പിന്നെ നോർമലി നമ്മൾ ഈ ചെറിയ അളവിലൊക്കെ നമ്മൾ പുളിച്ച ഭക്ഷണമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കും. ആൽക്കഹോൾ എന്ന് പറയുന്നത് 1% പോലും നമ്മുടെ ശരീരത്തിന് ഉപകാരപ്രദമായിട്ടുള്ളവയല്ല. അത്തരത്തിലുള്ള ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്തൊരു പ്രാവർത്തികമായിട്ടുള്ള മാർഗം. വേറെ എന്തെങ്കിലും? അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ചായയിൽ ടാനിക് ആസിഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മറ്റേ കാപ്പിയിൽ കഫൈൻ, ഇതെല്ലാം സ്റ്റിമുലൻ്റ് ആണ്. ഇങ്ങനെ പറയുന്ന വസ്തുക്കൾ അതെന്ന് പറഞ്ഞാൽ എല്ലാ ഫുഡിലും തന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ, അതുകൊണ്ടാണല്ലോ നമ്മളത് കുടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് കുടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ അതൊരിക്കലും നമ്മളെ കീഴടക്കുന്നില്ല. അങ്ങനെ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ചെറിയ ചെറിയ സ്റ്റിമുലൻ്റുകളുണ്ട്, പക്ഷേ ഒരിക്കലും അത് നമ്മളെ കീഴടക്കുന്നില്ല. പക്ഷേ ഈ ലഹരി വസ്തുക്കളുടെ പ്രശ്നം എന്താ? അത് നേരെ തിരിച്ച് അത് നമ്മളെ കീഴടക്കുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, യെസ്. ഒരു മിനിറ്റ് മോനെ, ഓക്കെ ആണോ? ചോദിക്കട്ടെ. യെസ് മോനെ, പേര് പറയോ? എൻ്റെ പേര് വിനായക്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മദ്യം ഇപ്പോഴും ലഹരിയായിട്ട് കണ്ടിട്ടും അതിനെ ബാൻ ചെയ്യാത്ത എന്തുകൊണ്ടാണ്? യെസ്, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. നല്ലൊരു ചോദ്യമാണ്. അതായത് മദ്യം നമ്മളുടെ ചുറ്റുപാടും ഉണ്ട് അല്ലേ? എന്നിട്ട് എന്താ കുട്ടി ഉദ്ദേശിച്ചാണ് നമ്മുടെ ബിവറേജ് കോർപ്പറേഷൻ അതേപോലൊക്കെ മദ്യം വിപണനം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് ഏതൊരു ലഹരി പദാർത്ഥം ഉപയോഗിച്ചാലും അത് അഡിക്റ്റ് ആവും. ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളെല്ലാം ഒരു അഡിക്റ്റായിട്ടുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട്. മനസ്സിലായോ? നിലവിൽ അഡിക്റ്റായിട്ടുള്ള മദ്യം ഉപയോഗിച്ച് അഡിക്റ്റായിട്ടുള്ള കുറേയധികം ആൾക്കാരുണ്ട്. ഈ മദ്യം അത് നിരോധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവര് ഈ മദ്യത്തിന് പകരം ഇപ്പം ഏകദേശം അതായത് തീ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള തീയുണ്ട്. ഇപ്പം ചിരട്ട തീയുണ്ട്, കട്ടിയുള്ള തീയുമുണ്ട്. ഈ പറയുന്ന മദ്യം കിട്ടാതെ വരുമ്പോൾ, അതായത് സർക്കാർ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന മദ്യം കിട്ടാതെ വരുമ്പോൾ അവർ വ്യാജ മദ്യത്തിലേക്ക് പോകും. മനസ്സിലായ? മെഥിലേറ്റഡ് സ്പിരിറ്റ് പോലെയുള്ള അല്ലെങ്കിൽ ചാരായം പോലെയുള്ള കൂടുതലുള്ള മെഥിലേറ്റഡ് സ്പിരിറ്റിലോട്ടും മറ്റും പോകും. അത് മദ്യ ദുരന്തങ്ങൾക്ക് പോലും കാരണമായി തീരും. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു മദ്യ ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടും ഇത്തരത്തിലുള്ള നമ്മുടെ നിലവിൽ ഉള്ള ബിവറേജസ് മുഖേനയും മറ്റുമുള്ള മദ്യം കൊടുക്കുന്നതിൻ്റെയുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ലക്ഷ്യം. ഇത് മദ്യം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മദ്യ ദുരന്തങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അതാണ് മദ്യവർജനമാണ് നമ്മുടെ ലക്ഷ്യം. ഈ മദ്യം ഒന്നും തന്നെ നിങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തീരുമാനിക്കുക. മദ്യം എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ സയൻറ്റിഫിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CNS എന്താണ്, ഡിപ്രസൻ്റ് ആണ്. നമ്മളെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ഡിപ്രസ് ആക്കുന്ന ഒരു പദാർത്ഥമാണ് മദ്യം എന്ന് പറയുന്നത്. ഡ്രഗിൻ്റെ കാറ്റഗറിയിലേക്ക് തന്നെ സയൻറ്റിഫിക്കലായിട്ട് വരുന്ന ഒരു സാധനം തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഉത്തരം അതാണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. നമുക്കറിയാം, കൊറോണ വന്നു. കൊറോണ വന്നപ്പോഴത്തേക്കും ഒരു 2 മാസത്തോളം പൂർണ്ണമായിട്ടും മദ്യം ഒരിടത്തും കിട്ടുന്നില്ലായിരുന്നു. നമ്മുടെ ഷോപ്പുകളെല്ലാം അടഞ്ഞു പോയി. ഒരിടത്തും മദ്യം കിട്ടാത്തൊരു സാഹചര്യം വന്നു. കുറേ അഡിക്ഷൻ വന്ന കുറേ ആൾക്കാർ മരിച്ചു. അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ഒരിടത്തും കിട്ടുന്നില്ലായിരുന്നു. കേരളത്തിലല്ല, ഒരു സ്ഥലങ്ങളിലും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഏറ്റവും കൂടുതൽ വാറ്റ് കേസ്, വ്യാജ മദ്യം ഉണ്ടായ കാലഘട്ടമായിരുന്നു ആ 2 മാസത്തോളം. ഏറ്റവും കൂടുതൽ ചാരായ കേസുകൾ പോലീസിലും എക്സൈസിലും രജിസ്റ്റർ ചെയ്ത കാലഘട്ടമായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.
അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അത്. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പേര് പറയോ മോളെ? പേര് കീർത്തന എന്നാണ്. അപ്പം ഈ അഡിക്ഷൻ മൂലം നമുക്കെല്ലാം ഘട്ടം ഘട്ടമായാണ് മനുഷ്യൻ നശിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ സർ? ഇനി അങ്ങനെ ഘട്ടം ഘട്ടമായി തന്നെയാണെങ്കിൽ എങ്ങനെ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും? ഓക്കെ, അതായത് അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനാണെന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ജനിതക ഘടനയുമാണ്. ഓരോ മനുഷ്യരുടെയും ജനിതക ഘടന വ്യത്യസ്തമാണ്. എൻ്റെ ജനിതക ഘടനയായിരിക്കത്തില്ല നിങ്ങളുടെ ജനിതക ഘടന. ആ ജനിതക ഘടനയ്ക്കനുസരിച്ചായാലും ആയിരിക്കും എപ്പോഴും ഒരാൾ എന്ത് ചെയ്യുന്നത്, അഡിക്ഷൻ എന്നുള്ളൊരു പ്രക്രിയയിലോട്ട് എത്തപ്പെടുന്നതും. മനസ്സിലായി? ചിലപ്പം ഒരാൾ ഒറ്റത്തവണ ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥം ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, അയാൾ പൂർണ്ണമായിട്ടും അതിന് അഡിക്റ്റ് ആവും. ചിലർ ചിലപ്പോൾ 1-2 തവണ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എന്നാൽ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരിൽ വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സമ്പ്രദായമാണ് അതിനുപയോഗിക്കുന്നത്. അവരെ തിരിച്ച് ജീവിതത്തിലോട്ട് വരുന്നതും ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും. പിന്നെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ, ഒരാൾ ലഹരിക്ക് വിധേയനായി കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം, അയാളെ 100% പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. എത്ര പോയാലും ഒരു 70-80% ആൾക്കാരിലെ നമുക്കിത് തിരിച്ച് കൊണ്ടുവരാനായിട്ട് കഴിയുന്നുള്ളൂ. ഇനി തിരിച്ച് വന്നാൽ തന്നെയും ഇവർക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും അതിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിയും അവർക്ക് ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരുടെ സാമൂഹിക ചുറ്റുപാടും കുടുംബ പശ്ചാത്തലവും ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് വളരെ ശ്രമകരമായിട്ടുള്ള രീതിയിലാണ് അവരെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. നിങ്ങൾ വയലാറിൻ്റെ ഒരു കവിത കേട്ടിട്ടുണ്ടറിയാം, പ്രൊക്രൂസ്റ്റസ് എന്ന് പറഞ്ഞ ഒരു കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏകദേശം പ്രൊക്രൂസ്റ്റസിനെ പോലെയാണ് മദ്യം. പ്രൊക്രൂസ്റ്റസ് അറിയാവോ? അതായത് പ്രൊക്രൂസ്റ്റസ് എന്ന് പറയുന്നത് ഒരു രാക്ഷസനാണ്. ഈ പ്രൊക്രൂസ്റ്റസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊക്രൂസ്റ്റസ് ഇങ്ങനെ വഴിയിലിറങ്ങി നിൽക്കും. വഴിയിലിറങ്ങി നിന്നിട്ട് ഈ വരുന്ന ആൾക്കാരോട് എല്ലാം വളരെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ സംവാദത്തിൽ ഏർപ്പെട്ട് നേരെ പ്രൊക്രൂസ്റ്റസ് എന്ത് ചെയ്യും, വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകും. വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കും. ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം നേരെ എന്ത് ചെയ്യും, തേനും ഒക്കെ കൊടുത്ത് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു ഇരുമ്പ് കട്ടിലിൽ പിടിച്ചങ്ങ് കിടത്തും. ഇരുമ്പ് കട്ടിലിൽ പിടിച്ചങ്ങ് കിടത്തി ഇയാളങ്ങ് ഉറങ്ങിപ്പോവും. ഉറങ്ങിക്കഴിയുമ്പോൾ ഇയാളെ അതിനകത്തങ്ങ് വരിഞ്ഞ് കിട്ടും. വരിഞ്ഞ് കിട്ടിയതിന് ശേഷം ഇയാളെ സ്വത്ത് മുഴുക്ക കൊള്ളയടിക്കും. സ്വത്ത് മുഴുക്ക കൊള്ളയടിച്ചതിന് ശേഷം എന്ത് ചെയ്യും, ഇയാൾ ഉണർന്നു കഴിയുമ്പോൾ ഇയാളെ കെട്ടിയിട്ടേക്കുക. രണ്ടാമത് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഈ കട്ടിലിനേക്കാളും വലുതാണ് ഇയാളുടെ കയ്യും കാലുമെങ്കിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന പ്രൊക്രൂസ്റ്റസ് അയാളുടെ വലിയ കയ്യും കാലും ഒക്കെ അങ്ങ് വെട്ടിക്കളയും. ചെറിയ കയ്യും കാലും ചെറുതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അടിച്ചു പരത്തും. നിങ്ങൾ പ്രൊക്രൂസ്റ്റസ് കവിതയൊന്നും കേട്ടാൽ മതി. തിസ്യൂസ് ആണ് അവസാനം ഈ പ്രൊക്രൂസ്റ്റസിനെ ഇല്ലാതെയാക്കുന്നത്. അതുപോലെ തന്നെ തിസ്യൂസായി മാറാനായിട്ട്, ലഹരി എന്ന പ്രൊക്രൂസ്റ്റസിനെ ഇല്ലാതാക്കാനുള്ള തിസ്യൂസായി മാറാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.